എടുക്കുന്ന സമയം കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദം. ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇന്നത്തെ പ്രേമത്തിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ വെച്ച് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്നത്തെ പ്രേമത്തിന് ഏറ്റവും വലിയ പാര എന്ന് പറഞ്ഞാൽ CCTV. കമ്മിറ്റ്മെന്റ്സ് കുറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിന് കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ഒരിക്കലും ഇല്ല. അന്നത്തെ കമ്മിറ്റ്മെന്റ്സ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്ന് കമ്മിറ്റ്മെന്റ്സ് കുറച്ച് കൂടുതലാണ്. ഞാൻ അല്ല, കമ്മിറ്റ്മെന്റ്സ് അന്നാണ് ആത്മാർത്ഥമായ പ്രണയം എന്ന് പറഞ്ഞ അന്നായി. അശോകൻ എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെടുത്തി അശോകൻ ഒരുപാട് ഗോസിപ്പ് വന്നിട്ടുണ്ട്. അശോകൻ തന്നെ അറിയാം. ഒരുപാട് ഗോസിപ്പ് തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് ഇങ്ങനെ ആ സിനിമയുടെ പേര് പറയുന്നത് ശരിയല്ല. അവര് വളരെ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പേര് പറയുന്നത് ശരിയല്ല. പക്ഷെ ആ പ്രണയത്തിന്റെ വാർത്തകൾ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അശോകൻ അങ്ങനെ ഒരു പ്രേമമില്ലായിരുന്നു. ഇല്ല, ഇത് ഗോസിപ്പായിരുന്നു. അശോകൻ അങ്ങനെ ഒരു പ്രേമമില്ലായിരുന്നു. അവരിന്ന് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കഴിയുന്നു. ചെന്നൈയില്. സോറി, അയ്യോ, ചെന്നൈയിൽ എത്രയോ ആൾക്കാർ. അത് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമല്ലായിരുന്നു. പക്ഷെ ഗോസിപ്പ് കഴിച്ചു. അല്ലല്ല, അവര് ഗോസിപ്പ് ഇല്ലാത്ത ഞാൻ അശോകനോട് എന്ത് ചെയ്യാം, എങ്ങനെ ഗോസിപ്പ് പറഞ്ഞില്ല, ആൾക്കാർ എഴുതുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ ചെയ്ത വിഷയം എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അവർക്കും എന്നോടില്ല. പക്ഷെ ഇങ്ങനെ ഗോസിപ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് സങ്കടം തന്നു. എനിക്കും കുറെ നേരം ഇരുന്ന് കരഞ്ഞു. അല്ല, അതിന്ന് ഈ പരിപാടിയിലൂടെയെങ്കിലും ഈ സത്യം വെളിയിൽ വന്നില്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള പറയാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. എന്റെ അന്നത്തെ സങ്കടം ഇപ്പം മാറി. കാലം നിയോഗമായിരിക്കാം. അല്ല, ഇപ്പൊ മനസ്സിലായി, ജഗദീഷ് പാരയാണ് മനസ്സിലായി. ഞാൻ തുറന്നു പറഞ്ഞു ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രേമം ഇല്ലായിരുന്നു. അതിനൊരു ക്ലാരിറ്റി എന്താ ശരിക്കും ഈ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു സുരക്ഷിതമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല.